ഹായ് വെൽക്കം ബാക്ക് ടു മൈ അനദർ വീഡിയോ. ഇന്ന് ഞങ്ങൾ മൈസൂരിലെ ഗിന്നസ് വേൾഡ് റെക്കോർഡ് സീഷെല്ലിൽ മ്യൂസിയത്തിലെ കുറച്ച് വിശേഷങ്ങളാണ് ഷെയർ ചെയ്യുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ്, ഷെയർ, ലൈക്ക് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. ഗിന്നസ് വേൾഡ് റെക്കോർഡ് സീഷെൽ മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് മൈസൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ഏകദേശം 6 കിലോമീറ്റർ അകലെയാണ്. ഇതിനടുത്ത് തന്നെയാണ് ശുഗവന, സാൻഡ് മ്യൂസിയം എന്നിവ. അവിടുത്തെ വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ കാണാത്തവർ ഒന്ന് കണ്ടു നോക്കണേ. അപ്പോൾ നമുക്ക് ഇവിടുത്തെ കാഴ്ചകൾ കാണാം. അകത്തേക്ക് കടക്കുമ്പോൾ നമ്മളെ വെൽക്കം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ലാഫിംഗ് ബുദ്ധ പ്രതിമ കാണാം. ഇത് മുഴുവൻ ഷെല്ലുകൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. 2017 സ്ഥാപിതമായ ഈ മ്യൂസിയത്തിൽ 130ഓളം സീഷെൽ ആർട്ടുകൾ കാണാൻ കഴിയും. ശ്രീമതി രാധേ മല്ലപ്പയാണ് ഇത് സ്ഥാപിച്ചത്. പൂർണ്ണമായും സീഷെല്ലിൽ നിർമ്മിച്ചിരിക്കുന്ന 11 ഫീറ്റ് ഉയരമുള്ള ഗണേശ രൂപം ഇതിനാണ് ഗിന്നസ് റെക്കോർഡ് കിട്ടിയത്. സീഷെല്ലിൽ തീർത്ത ഏറ്റവും വലിയ ഗണേശ ശില്പം. ഇപ്പോൾ നമ്മൾ കാണുന്നത് മൈസൂരിലെ പ്രസിദ്ധമായ സെൻറ്റ് ഫിലോമിന കത്തീഡ്രൽ ചർച്ചിൻ്റെ ഒരു മിനിയേച്ചർ രൂപമാണ്. 175 മീറ്റർ ഉയരത്തിലുള്ള ഒരു പഴക്കം ചെന്ന ചർച്ചാണിത്. അതിൻ്റെ ഒരു മിനിയേച്ചർ രൂപം 13 അടി ഉയരത്തിൽ ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്. ഇതിന് ഓപ്പോസിറ്റായിട്ട് ഒരു ശിവക്ഷേത്രത്തിൻ്റെ മിനിയേച്ചർ രൂപം കാണാം. കൂടാതെ ലോകമഹാത്ഭുതങ്ങളിലൊന്നായ താജ്മഹൽ ഏകദേശം 10 അടി ഉയരത്തിൽ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നു. എന്നെപ്പോലെ നിങ്ങൾക്കും സംശയം തോന്നുന്നില്ലേ, എവിടെ നിന്നാണ് ഇത്രയും സീഷെൽ കളക്ട് ചെയ്യുന്നതെന്ന്? ഞങ്ങളൊരു സ്റ്റാഫിനോട് അന്വേഷിക്കുകയുണ്ടായി. രാമേശ്വരം, കന്യാകുമാരി, മംഗളൂരു എന്നിവിടങ്ങളിൽ നിന്ന് ശേഖരിച്ചു കൊണ്ടുവരുന്നതാണെന്ന് അറിയാൻ കഴിഞ്ഞു. തിരമാലകളിൽ കരയിലടിയുന്നതും കടലിനുള്ളിൽ നിന്ന് ശേഖരിക്കപ്പെടുന്നവയുമാണവ. നിസാരമെന്ന് നമ്മൾ വിചാരിക്കുന്ന ഓരോന്നും എത്ര വലുതാണല്ലേ. അവയിൽ നിന്ന് പിറവിയെടുക്കുന്ന ആശയങ്ങൾ അതിലേറെ മനോഹരവും. ഇവിടെ ദശാവതാര സങ്കല്പത്താൽ നിർമ്മിച്ചിരിക്കുന്ന ഷെല്ലുകളുടെ ഒരു മനോഹരമായ രൂപം കാണാം. ഇവിടുത്തെ ഓരോ രൂപങ്ങളും ഒന്നിനൊന്ന് മനോഹരമാണ്. ഷെല്ലുകളിൽ തീർത്ത ഓരോ രൂപത്തിൻ്റെ പെർഫെക്ഷൻ എടുത്തു പറയേണ്ടതും തന്നെയാണ്. അതുകൊണ്ട് തന്നെയല്ലേ ഗിന്നസ് റെക്കോർഡിന് അർഹമായതും. ലഭിച്ച റെക്കോർഡുകളുടെ ഒരു ശേഖരം കാണാൻ കഴിയും. കൂടാതെ ഷെല്ലുകൊണ്ട് നിർമ്മിച്ച ഐറ്റംസ് വിൽക്കുന്ന സ്റ്റാളുകൾ ഇവിടെയുണ്ട്. മാല, കമ്മൽ തുടങ്ങിയവയൊക്കെ വിൽക്കുന്നവ. ഔട്ട്സൈഡ് ഒരു സെൽഫി പോയിന്റ് സെറ്റ് ചെയ്തിട്ടുണ്ട്. അവിടെ നിന്ന് ഞങ്ങളും കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. അത് ഞാൻ വീഡിയോയുടെ ലാസ്റ്റ് ചേർത്തിട്ടുണ്ട്. ഞങ്ങളിവിടെ ഏകദേശം അരമണിക്കൂർ സ്പെൻഡ് ചെയ്തിട്ടുണ്ടാവും. ആർട്ടൊക്കെ ഇഷ്ടമുള്ളവർക്ക് വിസിറ്റ് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലമാണ്. എല്ലാ ദിവസവും ഇത് ഓപ്പൺ ആകും. ടിക്കറ്റ് ചാർജ് 60 രൂപയാണ്. ഞങ്ങൾ നന്നായിട്ട് എൻജോയ് ചെയ്തു. മൈസൂരിലേക്ക് ട്രിപ്പ് പ്ലാൻ ചെയ്യുമ്പോൾ നിങ്ങളുടെ ലിസ്റ്റിലേക്ക് ഈ സ്ഥലവും കൂടി ഉൾപ്പെടുത്താൻ ശ്രമിക്കുക. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.